തന്നന്നം തന്നന്നം തെയ്യാറെ തക തെയ്യന്നം തെയ്യന്നം തെയ്യാറെ തന്നന്നം തന്നന്നം തെയ്യാറെ തക തെയ്യന്നം തെയ്യന്നം തെയ്യാറെ ബലിപീഠം ഇതു ബലിപീഠം ത്യാഗത്തിന്റെ ബലിപീഠം ബലിപീഠം ഇതു ബലിപീഠം ത്യാഗത്തിന്റെ ബലിപീഠം വിശ്വാസത്തിൻ കല്ലിൽ തീർത്ത ത്യാഗത്തിന്റെ ബലിപീഠം വിശ്വാസത്തിൻ കല്ലിൽ തീർത്ത ത്യാഗത്തിന്റെ ബലിപീഠം തന്നന്നം തന്നന്നം തെയ്യാറെ തക തെയ്യന്നം തെയ്യന്നം തെയ്യാറെ തന്നന്നം തന്നന്നം തെയ്യാറെ തക തെയ്യന്നം തെയ്യന്നം തെയ്യാറെ അബ്രാമാമിവൻ അബ്രാഹം വിശ്വാസികൾക്കിവൻ താതനാണേ അബ്രാമാമിവൻ അബ്രാഹം വിശ്വാസികൾക്കിവൻ താതനാണേ ആ കഥ ചൊല്ലുവാൻ വന്നതാണേ കേട്ടോളൂ നിങ്ങളും ആളോരെ ആ കഥ ചൊല്ലുവാൻ വന്നതാണേ കേട്ടോളൂ നിങ്ങളും ആളോരെ തന്നന്നം തന്നന്നം തെയ്യാറെ തക തെയ്യന്നം തെയ്യന്നം തെയ്യാറെ തന്നന്നം തന്നന്നം തെയ്യാറെ തക തെയ്യന്നം തെയ്യന്നം തെയ്യാറെ അബ്രാം, അബ്രാം, നീ എന്തിനു ഭയപ്പെടുന്നു? നിന്റെ പ്രതിഫലം വലുതായിരിക്കും. പ്രതിഫലം? സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലം? എത്ര നാളുകളായി ഒരു കുഞ്ഞിക്കാല് കാണാൻ ഞാൻ കാത്തിരിക്കുന്നു. ഇല്ല, അതിനുള്ള ഭാഗ്യം എനിക്കില്ല. ഈ പരമ്പരയുടെ അവകാശി പോലും ഏതെങ്കിലും ഒരു ദാസനായിരിക്കും. അബ്രാം, നിന്റെ മകൻ തന്നെയായിരിക്കും അതിന്റെ അവകാശി. നീ ഒന്ന് പുറത്തേക്കിറങ്ങി ആകാശത്തേക്ക് നോക്കൂ. ആ കാണുന്ന നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണി തീർക്കാമോ? നിന്റെ സന്തതി പരമ്പരകൾ അതുപോലെ വർദ്ധിക്കില്ല. എന്താ പറഞ്ഞത്? എനിക്കിനി സന്താനങ്ങളുണ്ടാകുമെന്നോ? സർവശക്തനായ ദൈവമേ, എല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുന്നു. തന്നന്നം തന്നന്നം തെയ്യാറെ തക തെയ്യന്നം തെയ്യന്നം തെയ്യാറെ തന്നന്നം തന്നന്നം തെയ്യാറെ തക തെയ്യന്നം തെയ്യന്നം തെയ്യാറെ പരിശുദ്ധൻ നീ പരിശുദ്ധൻ സർവചരാചര സൃഷ്ടാവേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ ബലവാനാകും കർത്താവേ തന്നന്നം തന്നന്നം തെയ്യാറെ തക തെയ്യന്നം തെയ്യന്നം തെയ്യാറെ തന്നന്നം തന്നന്നം തെയ്യാറെ തക തെയ്യന്നം തെയ്യന്നം തെയ്യാറെ പാടിപ്പുകഴ്ത്തുന്നു നാഥാ നിന്നെ മാലാഖമാരൊപ്പം ഞങ്ങൾ നിന്നെ പരിശുദ്ധൻ നീ പരിശുദ്ധൻ സർവചരാചര സൃഷ്ടാവേ തന്നന്നം തന്നന്നം തെയ്യാറെ തക തെയ്യന്നം തെയ്യന്നം തെയ്യാറെ തന്നന്നം തന്നന്നം തെയ്യാറെ തക തെയ്യന്നം തെയ്യന്നം തെയ്യാറെ. നാഥ, അങ്ങേക്കിത് എന്തു പറ്റി? പതിവില്ലാതെ എന്താ ഇത്ര സന്തോഷം? സാറായി, എനിക്കൊരു ദർശനമുണ്ടായി. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ എന്റെ സന്തതി പരമ്പരകൾ ഈ ഭൂമി മുഴുവൻ നിറയുമെന്ന്. സാറായി, ഞാൻ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? നിനക്കെന്താണ് ഒരു സന്തോഷമില്ലാത്തത്? എന്തു പറ്റി എന്റെ സാറായിക്ക്?
എന്ത് ക്രൂരമായ തമാശയാണ് അങ്ങീ പറയുന്നത്. ആൾക്കാരുടെ ഇടയിൽ ഞാൻ നാണം കെടുന്നു. എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത്? ദൈവശാപം ഏറ്റവൾ പോലും. ദൈവത്തിന്റെ തീരുമാനങ്ങളെ മനുഷ്യർ ചോദ്യം ചെയ്യാൻ പാടില്ല. നീ ധൈര്യമായിരിക്കെ സാറായി. ഞാനൊരു കാര്യം പറഞ്ഞാൽ അങ്ങ് എതിര് പറയരുത്. അവിടത്തേക്ക് മക്കളുണ്ടാകണം, അത് ദൈവഹിതം. ഞാനാണെങ്കിൽ ശപിക്കപ്പെട്ടവൾ. മക്കളുണ്ടാകാനുള്ള വരം ദൈവം എനിക്ക് തന്നിട്ടില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്റെ ദാസിയായ ഹാഗാറിനെ ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുന്നു. അവളിലൂടെയെങ്കിലും എനിക്കൊരു കുഞ്ഞിനെ തരൂ. സാറായി, ഞാൻ തേരാഹിന്റെ മകനായ അബ്രാമാണ്. ഇത് സാധ്യമല്ല. അബ്രാമിന്റെ ഭാര്യ സാറായി മാത്രമാണ്. നാഥ, എന്തായാലും നമ്മുടെ സന്തതി പരമ്പര നിലനിൽക്കണം. നമ്മുടെ സമ്പാദ്യങ്ങൾ, അടിമകൾ, ആടുമാടുകൾ, അങ്ങയുടെ കാലശേഷം ഇതെല്ലാം ആർക്കുള്ളതാകും? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. ഞാനിത് പല തവണ പറയണമെന്ന് വിചാരിച്ചതാണ്. അങ്ങിത് സമ്മതിക്കണം. സാറായി, നീ പറഞ്ഞു വരുന്നത്? ഹാഗാർ എന്റെ ദാസിയാണ്. അവളെ എന്റെ ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ അങ്ങ് അനുവദിക്കണം. എങ്കിലും സാറായി, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഒരെങ്കിലുമില്ല. ഒരുപക്ഷെ ദൈവഹിതം നിറവേറ്റപ്പെടുന്നത് അങ്ങനെയായിരിക്കും. അങ്ങനെയെങ്കിലും എന്റെ നാണക്കേടൊന്ന് മാറിക്കിട്ടട്ടെ. തന്നന്നം തന്നന്നം തെയ്യാരി തക തന്നന്നം തന്നന്നം തെയ്യാരി തന്നന്നം തന്നന്നം തെയ്യാരി തക തന്നന്നം തന്നന്നം തെയ്യാരി. വർഷങ്ങൾ ഓരോന്നഴിഞ്ഞു വീണു, കാലം പലവുരു മാറി വന്നു. സാരാതൻ ദാസിയാമാകാറ് അബ്രാമിൽ നിന്നും പുഷ്പിണിയായി. തന്നന്നം തന്നന്നം തെയ്യാരി തക തന്നന്നം തന്നന്നം തെയ്യാരി തന്നന്നം തന്നന്നം തെയ്യാരി തക തന്നന്നം തന്നന്നം തെയ്യാരി. ഹാഗാർ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഹാഗാർ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് ഈ മുറിയിൽ എന്താ കാര്യം? ഞാൻ വെറുതെ ഇവിടെയൊക്കെ. എന്ത്, നിനക്കവിടെ ജോലിയൊന്നുമില്ലേ? പിന്നെ ഇനി അങ്ങോട്ടല്ലേ ജോലി. അബ്രാമിന്റെ കുഞ്ഞിനെ പ്രസവിക്കണം, അവനെ നോക്കി വളർത്തണം. ഹാഗാർ, നീ പറഞ്ഞത് സത്യമോ? അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഈ കുഞ്ഞ് ജനിക്കുന്നതിലൂടെ എന്റെ നാണക്കേട് മാറിക്കിട്ടും. അല്ല, ഇത് കൊള്ളാമല്ലോ. കുഞ്ഞ് ജനിക്കുന്നത് എനിക്കല്ലേ, അതുകൊണ്ട് യജമാനത്തിയുടെ നാണക്കേട് എങ്ങനെ മാറും? അല്ലെങ്കിൽ തന്നെ യജമാനത്തിക്ക് കുഞ്ഞുണ്ടാവില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ഹാഗാർ, നീ എന്റെ ദാസിയാണ്, അത് ഓർമ്മ വേണം. ആയിരിക്കാം, പക്ഷേ ഇപ്പോൾ ഞാൻ അബ്രാമിന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. അബ്രാമിന്റെ കുഞ്ഞിന്റെ അമ്മ പോലും വെറും ചില്ലിക്കാശിന് ഈജിപ്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ പീറപ്പെണ്ണാണ് നീ. നീ കേവലം ദാസി മാത്രം. നിന്റെ ഗർഭം, അതെന്റെ ഔദാര്യം. പുറത്തേക്കിറങ്ങടി. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? നിങ്ങളാണ് എന്റെ ദുരിതത്തിനു കാരണം. ഞാനല്ലേ ഹാഗാറിനെ നിങ്ങൾക്ക് വിട്ടു തന്നത്. അതിനിപ്പോൾ എന്തുണ്ടായി? എന്തുണ്ടായി പോലും? എന്നെ കാണുന്നത് പോലും അവൾക്ക് പുച്ഛമായി തുടങ്ങി. അവൾ നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നു. എനിക്ക് നിങ്ങൾക്കും മധ്യേ കർത്താവ് വിധി നടത്തട്ടെ. സാറായി, നീ എന്താ പറഞ്ഞത്? ഈ അബ്രാം അപ്പനാകാൻ പോകുന്നെന്നോ? എനിക്ക് കുഞ്ഞു മറക്കാൻ പോകുന്നെന്നോ? ഓ, നമുക്കൊരു അവകാശം ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾ സന്തോഷിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അവൾക്ക് എന്നോട് ഇത്ര അഹങ്കാരം. ഞാൻ വെറും വന്ധ്യയാണല്ലോ. നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. സാറായി, ഹാഗാർ ഇപ്പോഴും നിന്റെ ദാസിയാണ്. നിന്റെ ഇഷ്ടം പോലെ തന്നെ അവളോട് പെരുമാറിക്കൊള്ളുക. അവളുടെ അഹങ്കാരം ഇന്ന് ഞാൻ തീർക്കുന്നുണ്ട്.
തന്നന്നം തന്നന്നം തെയ്യാരി തക തന്നന്നം തന്നന്നം തെയ്യാരി തന്നന്നം തന്നന്നം തെയ്യാരി തക തന്നന്നം തന്നന്നം തെയ്യാരി. ഹാഗാരിനുള്ളിൽ വളർന്നു വന്നു അബ്രാമിൻ പുത്രനാം ഇസ്മായിൽ. ദാസീതൻ ചേഷ്ടകൾ ഓരോന്നും സാറായിൽ ദോഷം വളർത്തി വന്നു. തന്നന്നം തന്നന്നം തെയ്യാരി തക തന്നന്നം തന്നന്നം തെയ്യാരി തന്നന്നം തന്നന്നം തെയ്യാരി തക തന്നന്നം തന്നന്നം തെയ്യാരി. മാസങ്ങൾ ഓരോന്നു പിന്നിട്ടു സാറായും ഹാഗറും ശത്രുതയായി. അബ്രാമി ദുഃഖങ്ങൾ ഓരോന്നും ദൈവ തിരുമുമ്പിലേക്ക് വന്നു. തന്നന്നം തന്നന്നം തെയ്യാരി തക തന്നന്നം തന്നന്നം തെയ്യാരി തന്നന്നം തന്നന്നം തെയ്യാരി തക തന്നന്നം തന്നന്നം തെയ്യാരി. ഹാഗർ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഈ മുറിയിൽ കയറരുതെന്ന്? അത് കൊള്ളാമല്ലോ. അബ്രാമിന്റെ കുഞ്ഞിന് അല്പം വെള്ളം കൊടുക്കണ്ടേ? അബ്രാമിന്റെ കുഞ്ഞ്, ഏത് നശിച്ച നേരത്താണോ എനിക്കിങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിയത്? അതുകൊണ്ടല്ലേ അബ്രാമിനൊരു അനന്തരാവകാശി ഉണ്ടായത്. അല്ലെങ്കിൽ ഈ കണ്ട സ്വത്ത് മുഴുവൻ ആരെങ്കിലും കൊണ്ടുപോയേനെ. ഇനി ഇവനാ ഇതിന്റെ എല്ലാം അവകാശി. എല്ലാ അവകാശങ്ങളും നിനക്ക് ഞാൻ തരുന്നുണ്ട്. ഈജിപ്തിന്റെ തെരുവോരങ്ങളിൽ അലയേണ്ടിയിരുന്ന നിന്നെ അബ്രാമിന്റെ പട്ടുമെത്തയിൽ കിടത്തിയതാണ് എന്റെ തെറ്റ്. അത് ജീവിതകാലം മുഴുവൻ സഹിക്കാൻ ഈ സാറായി തയ്യാറല്ല. ഇത്രയും നാൾ കാത്തിരുന്നിട്ട് അബ്രാമിനൊരു കുഞ്ഞിനെ നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. ഹഗാർ, അബ്രാമിന്റെ ഭാര്യ ഇപ്പോഴും ഈ സാറായി തന്നെയാണ്. ആ സ്ഥാനം തട്ടിയെടുക്കാൻ ഒരടിമ പെണ്ണിനെയും ഞാൻ അനുവദിക്കില്ല. അടിമ പെണ്ണാണെങ്കിലും ഇന്ന് ഞാൻ അബ്രാമിന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. നിന്റെ അഹങ്കാരം അതിര് വിട്ടു തുടങ്ങി. ഇനി മുതൽ നീ ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങും. ഒരു നിമിഷം മുടങ്ങാതെ ജോലി ചെയ്തുകൊള്ളണം. നീ വെറും ദാസി. ഞാൻ പറയുന്നത് അതുപോലെ നീ ചെയ്യും. അടിമ പെണ്ണെ, ചാക്കിൽ കെട്ടിവെച്ചിരിക്കുന്ന ധാന്യങ്ങൾ മുഴുവൻ നീ ചുമന്ന് കളപ്പുരയിൽ കൊണ്ടുവയ്ക്കണം. കടന്നുപോ എന്റെ മുമ്പിൽ നിന്ന്. ഇനി ഈ മുറിയിൽ കണ്ടാൽ നീ ജീവനോടെ ഉണ്ടാകില്ല. അതെ, ദാസി എന്നും ദാസി മാത്രം. ഇതെന്തൊരു ദുർവിധി. തന്നന്നം തന്നന്നം തെയ്യാരി തക തന്നന്നം തന്നന്നം തെയ്യാരി തന്നന്നം തന്നന്നം തെയ്യാരി തക തന്നന്നം തന്നന്നം തെയ്യാരി. നിറവയറോടെ ഹാഗാറ് അബ്രാമിൻ സന്തതിയെയും പേറി കൂടാരം വിട്ടോടി ഹാഗാറ് മരുഭൂമിയിലെത്തിയ ഹാഗാറ്. തന്നന്നം തന്നന്നം തെയ്യാരി തക തന്നന്നം തന്നന്നം തെയ്യാരി തന്നന്നം തന്നന്നം തെയ്യാരി തക തന്നന്നം തന്നന്നം തെയ്യാരി. ഓ, നടന്ന് നടന്ന് തളർന്നു ഞാൻ. ഇനി ഒരടി പോലും മുമ്പോട്ട് വെക്കാൻ എനിക്കാവില്ല. ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. കർത്താവേ, എന്റെയും കുഞ്ഞിന്റെയും ഒരു വിധി. ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഞാനും ഈ കുഞ്ഞും ഇവിടെ മരിച്ചു വീഴും. ഹാഗാർ, ഹാഗാർ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഈ ദാസിപ്പെണ്ണിന് മുന്നിൽ ഒരു ദൈവദൂതനോ? എനിക്ക് വിശ്വാസം വരുന്നില്ല. അതെ, ദൈവദൂതൻ തന്നെ. നീ എവിടേക്ക് പോകുന്നു? യജമാനത്തിയുടെ ക്രൂരതകൾ സഹിക്കാൻ പറ്റാതെ ഞാൻ കൂടാരം വിട്ടിറങ്ങി. ഹാഗാർ, സാറായി നിന്റെ യജമാനത്തെയാണ്. പക്ഷെ എന്നോട് എന്തും ഇത്ര ക്രൂരമായി പെരുമാറുന്നു? നിന്റെ വാക്കുകൾ അവളെ ചൊടിപ്പിച്ചിട്ടുണ്ടാകും. ദുഷ്ടയായ ആ യജമാനത്തിയിൽ നിന്നും ഞാൻ ഓടിപ്പോവുകയാണ്. പാടില്ല ഹാഗാർ, നീ തിരിച്ചു പോകൂ. പോയി സാറായിക്ക് കീഴ്പ്പെട്ടിരിക്കൂ. നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും. എണ്ണിയാൽ തീരാത്ത വിധം നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. അവൻ ഇസ്മായേൽ എന്ന് വിളിക്കപ്പെടും.
തന്നന്നം തെയ്യാരെ തക തന്നന്നം തന്നന്നം തെയ്യാരെ തന്നന്നം തന്നന്നം തെയ്യാരെ തക തന്നന്നം തന്നന്നം തെയ്യാരെ. കാലം പതുക്കെ കടന്നുപോയി, ഇസ്മായിൽ വേഗം വളർന്നു വന്നു. ദാസിതൻ പുത്രനാം ഇസ്മായിൽ വീട്ടിൽ മുഴുവൻ നിറഞ്ഞു നിന്നു. തന്നന്നം തന്നന്നം തെയ്യാരെ തക തന്നന്നം തന്നന്നം തെയ്യാരെ തന്നന്നം തന്നന്നം തെയ്യാരെ തക തന്നന്നം തന്നന്നം തെയ്യാരെ. അബ്രാം, സർവശക്തനായ ദൈവമാണ് ഞാൻ. ഇനിമേൽ നീ അബ്രാം എന്നല്ല, അബ്രഹാം എന്ന് വിളിക്കപ്പെടും. നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും ഞാൻ ദൈവമായിരിക്കും. നിന്റെ ഭാര്യ ഇനിമേൽ സാറായി എന്നല്ല, സാറ എന്ന് വിളിക്കപ്പെടും. അവളിൽ നിനക്കൊരു പുത്രനെ തരും. അവന്റെ പേര് ഇസഹാക്ക് എന്നായിരിക്കും. ഇസഹാക്ക് എന്നായിരിക്കും. ഇസഹാക്ക് എന്നായിരിക്കും. ഇത് നല്ല കഥ. എനിക്ക് വയസ്സ് 100, 90 കഴിഞ്ഞവൾ സാറ. ഇനി അവൾ പ്രസവിക്കുമെന്നോ? ഇത് നല്ല തമാശ. വേണ്ട, ഇസ്മായിൽ അവിടുത്തെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മാത്രം മതി. അവനെ ഞാൻ അനുഗ്രഹിക്കും. എന്നാൽ നിന്റെ മകൻ ഇസഹാക്കുമായിട്ടാണ് ഞാൻ ഉടമ്പടി സ്ഥാപിക്കുക. വസന്തത്തിൽ ഞാൻ തിരികെ വരുമ്പോൾ സാറായ്ക്കൊരു മകനുണ്ടായിരിക്കും. ഈ വയസ്സുകാലത്ത് എനിക്കിനി സന്താനമോ? എന്റെ ഭർത്താവും വൃദ്ധനായി കഴിഞ്ഞു. അബ്രഹാം, സാറ എന്തിനാ ചിരിച്ചത്? കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? വസന്തത്തിൽ തീർച്ചയായും ഞാൻ വരും. അപ്പോൾ നിനക്ക് ഒരു മകനുണ്ടായിരിക്കും. സാറ, ദൂതൻ പറഞ്ഞത് കേട്ടില്ലേ? നമുക്ക് ഈ വയസ്സുകാലത്തൊരു പുത്രൻ ജനിക്കുമെന്ന്. സർവശക്തിനു മുമ്പിൽ അസാധ്യമായി ഒന്നുമില്ല സാറ. കാത്തിരിക്കുക തന്നെ. തന്നന്നം തന്നന്നം തെയ്യാരെ തക തന്നന്നം തന്നന്നം തെയ്യാരെ തന്നന്നം തന്നന്നം തെയ്യാരെ തക തന്നന്നം തന്നന്നം തെയ്യാരെ. മാസങ്ങൾ പിന്നെയും പിന്നിട്ടു, പൂക്കാലം വരവായി നാട്ടിലെങ്ങും. അബ്രാം താതനു കുഞ്ഞു പിറന്നു, സാറാതൻ ഓമനപുത്രനായി. പൂക്കാലമെത്തിയ നേരം തന്നെ ദൈവത്തിൻ വാഗ്ദാനം പൂവണിഞ്ഞു. തന്നന്നം തന്നന്നം തെയ്യാരെ തക തന്നന്നം തന്നന്നം തെയ്യാരെ തന്നന്നം തന്നന്നം തെയ്യാരെ തക തന്നന്നം തന്നന്നം തെയ്യാരെ. സർവചരാചരങ്ങളുടെയും സൃഷ്ടാവായ ദൈവം അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുത്തെ മഹിമ ഭൂമി മുഴുവൻ നിറയട്ടെ. എന്റെ മകൻ, എന്റെ മകൻ, സാറായിലുള്ള എന്റെ മകൻ, അവൻ ഇസഹാക്ക് എന്ന് വിളിക്കപ്പെടണം. ഈ കൂടാരത്തിൽ എല്ലാവരും ഒത്തുചേരട്ടെ. കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് വിരുന്ന് തയ്യാറാക്കൂ. ആർപ്പ് വിളികളും ആരവങ്ങളും ഉയരട്ടെ. The dawn
തക തന്നനം തന്നനം തെയ്യാരെ തന്നനം തന്നനം തെയ്യാരെ തക തന്നനം തന്നനം തെയ്യാരെ. കാലങ്ങൾ ഓരോന്നു പോയി മറഞ്ഞു, ഇസ്ഹാക്കു വേഗം വളർന്നു വന്നു. കൗമാര പുന്നാര കോമളനാം ഇസ്ഹാക്കിനെ നിങ്ങൾ കണ്ടോളൂ. തന്നനം തന്നനം തെയ്യാരെ തക തന്നനം തന്നനം തെയ്യാരെ തന്നനം തന്നനം തെയ്യാരെ തക തന്നനം തന്നനം തെയ്യാരെ. മോനെ ഇസ്ഹാക്ക്, അപ്പന് പ്രായമേറി വരികയാണ്. എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ നീ പഠിക്കണം. അതിനെന്താ അപ്പ, എല്ലാ കാര്യങ്ങളിലും ഞാൻ അപ്പനെ സഹായിക്കുന്നുണ്ടല്ലോ. അതുപോരാ, നമ്മുടെ ആടുമാടുകൾ, കൃഷിസ്ഥലങ്ങൾ എല്ലാം നോക്കി നടത്തണം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ദാസന്മാരുടെ ക്ഷേമം, അതും നമ്മൾ തന്നെ അന്വേഷിക്കണം. ആടുമാടുകളും കൃഷിസ്ഥലങ്ങളും എല്ലാം ദാസന്മാർ നോക്കിക്കൊള്ളുമല്ലോ. നോക്കിക്കൊള്ളും, എങ്കിലും എല്ലാത്തിലും ഒരു കണ്ണ് വേണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകും. പിന്നെ സർവശക്തനോടുള്ള പ്രാർത്ഥന, അതിനൊരു കുറവും വരുത്തരുത്. എല്ലാം അവിടുത്തെ ദാനം മാത്രം, നീ ഉൾപ്പെടെ. ശരിയപ്പാ. എങ്കിൽ മോനകത്തേക്ക് ചെല്ല്. ഇസ്ഹാക്ക്, എന്റെ പൊന്നോമന പുത്രൻ, എന്റെ അനന്തരാവകാശി. അബ്രാഹം, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ മലയിലേക്ക് പോകുക. അവിടെ വെച്ച് അവനെ എനിക്ക് ദഹനബലിയായി അർപ്പിക്കുക. കർത്താവേ, എന്റെ മകൻ ഇസ്ഹാക്ക്. ഇല്ല, പാടില്ല, പാടില്ല. അവനെ ഞാൻ എങ്ങനെ ബലി കൊടുക്കും? കർത്താവേ, കഴിയുമെങ്കിൽ മാത്രം ഇതൊന്ന് ഒഴിവാക്കി തരണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. നാഥ, അങ്ങെന്താണ് വല്ലാതിരിക്കുന്നത്? അവിടത്തേക്ക് എന്തു പറ്റി? സാറ, ഇല്ല, ഒന്നുമില്ല. അല്ല, ഇത്ര ആകുലചിത്തനായി അങ്ങേ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. എന്താണെന്ന് എന്നോട് പറയൂ. കർത്താവ് എന്നോട് പറഞ്ഞു, മോറിയ മലയിൽ ഒരു ദഹനബലി അർപ്പിക്കണം. അതിനെന്താ, ഒരു സഹായത്തിനെ ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊള്ളൂ. അതെ, ഇസ്ഹാക്കിനെയും ഒപ്പം കൂട്ടാം. നീ പോയി വേലക്കാരോട് പറയൂ, ബലിയർപ്പണത്തിനുള്ള വിറക് തയ്യാറാക്കാൻ. ഞാൻ തളർന്നു പോകാതിരിക്കാൻ, എന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ സർവശക്തനായ ദൈവത്തോട് നീയും പ്രാർത്ഥിക്കും. എങ്കിലും നാഥ, അങ്ങിത്ര തളർന്നു പോകാൻ കാരണം? അത് നിനക്ക് മനസ്സിലാകില്ല. അത് താങ്ങാനുള്ള ധൈര്യം നിന്റെ മനസ്സിലുണ്ടാകില്ല. മോറിയ മലയിലേക്കുള്ള യാത്ര ദുർഘടം പിടിച്ചതാണ്. ആ യാത്രയിൽ ഞാൻ വീണു പോകാതിരുന്നെങ്കിൽ. പിന്നെ ഇസ്ഹാക്കിനെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവൻ ആപത്തൊന്നും വരാതെ സൂക്ഷിക്കണേ. ആദ്യമായിട്ടാ അവൻ ഇത്രയും ദൂരം. സാറ, നീ ഒന്നകത്തേക്ക് പോ, ഞാനൊന്ന് വിശ്രമിക്കട്ടെ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തെ മണൽത്തരികൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും.
ആകാശത്തിലെ നക്ഷത്രങ്ങൾ, കടൽ തീരത്തെ മണൽത്തരികൾ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. ബലിപീഠത്തിനുള്ള മരക്കഷണവുമായി മല കയറുന്ന ബലിമൃഗം എന്റെ ഇസ്ഹാക്ക്. തന്നാനേ താനന്നാനേ, തന്നാനേ താനന്നാനേ, തന്നാനേ താനന്നാനേ, താനന്നാനേ. വിശ്വാസമല കയറി അലയുന്നു അബ്രാഹം, നെഞ്ചിലേരിയും കാനലും പേറി, കനലൂതും കാറ്റായി ഇസ്ഹാക്ക് മാറുന്നു. ഹൃദയം നൂറുന്ന താതൻ തന്റെ. തന്നാനേ താനന്നാനേ, തന്നാനേ താനന്നാനേ, തന്നാനേ താനന്നാനേ, താനന്നാനേ. മോനെ ഇസ്ഹാക്കേ, ഇനി നമുക്കൊരു ബലിപീഠം നിർമ്മിക്കണം. അല്ലപ്പ, വിറകും കത്തിയും തീയും എല്ലാം കൊണ്ടുവന്നു. പക്ഷേ ബലി അർപ്പിക്കാനുള്ള കുഞ്ഞാടിനെ എടുക്കാൻ മറന്നുവല്ലോ. അത് ദൈവം നമുക്ക് തരും മോനെ. മോനെ ഇസ്ഹാക്കേ, ബലിപീഠത്തിൽ ശിരസ് നമിച്ച് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കരുത്. സൃഷ്ടപ്രപഞ്ചത്തിന്റെ മുഴുവൻ അധിപനായ കർത്താവ്, അവിടുന്ന് മാത്രമാണ് ദൈവമെന്ന് ഈ ഉള്ളവൻ വിശ്വസിക്കും. അവിടുത്തെ തിരിഹിതം പോലെ ബലി പൂർത്തിയാക്കാൻ ഈ ദാസനെ അനുവദിച്ചാൽ. അബ്രാഹം, അബ്രാഹം, കുട്ടിയുടെ മേൽ കൈകൾ വയ്ക്കരുത്. നിന്റെ വിശ്വാസം വലുതാണ്. എന്റെ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു. നിന്റെ മകനെ പോലും എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. മോനെ, എന്റെ മോനെ. അപ്പാ, ഇത് കർത്താവിന്റെ പരീക്ഷണമായിരുന്നു അല്ലേ? അതെ മോനെ. മോനെ ഇസ്ഹാക്കേ, മുൾച്ചെടികൾക്കിടയിൽ കുമ്പുടക്കി കിടക്കുന്ന ആ മുട്ടനാടിനെ നീ കണ്ടോ? നീ അതിനെ ഇങ്ങെടുത്തുകൊണ്ട് വരൂ. അതിനെ ബലിപീഠത്തിലേക്ക് വെക്കൂ. നിനക്ക് പകരമായി ഞാൻ ഇതിനെ ബലി കഴിക്കും. തലയിൽ മുൾമുടി അണിഞ്ഞ മുട്ടാട്, നിന്റെ പകരക്കാരൻ, നിനക്ക് വേണ്ടി, നിന്റെ സന്തതി പരമ്പരകൾക്ക് വേണ്ടി ബലിയാകുന്ന മുട്ടാട്. അതിന്റെ മാംസവും രക്തവും ഈ മലമുകളിലെ ബലിവേദിയിൽ ചിതറി വീഴും. തന്നാനേ താനന്നാനേ, തന്നാനേ താനന്നാനേ, തന്നാനേ താനന്നാനേ, താനന്നാനേ. മുട്ടാട് മുട്ടാട്, ഇസ്ഹാക്കിൻ പകരക്കാരൻ, ത്യാഗത്തിൻ കൊടുമുടി തന്ന് ബലിയായ മുട്ടാട്.
രക്ഷകനീ മുട്ടാട് ഇസഹാക്കിൻ വംശത്തിന് മുട്ടാട് മുട്ടാട് ഇസഹാക്കിൻ പകരക്കാരൻ തന്നാനേ താനന്നാനേ തന്നാനേ താനന്നാനേ തന്നാനേ താനന്നാനേ താനന്നാനേ കഥ ചൊല്ലിപ്പോകുന്നീതാ നാടോടികൾ ഞങ്ങൾ ഇന്ന് കഥ കേട്ട നിങ്ങൾക്കെല്ലാം